ശബരിമല ദ്വാരപാലക ശില്പത്തിലെ പൊതിയുന്ന പാളി, സ്വർണം പൂശിയ പാളി, ഇതിൽ ഘടിപ്പിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ശബരിമല നട തുലാമാസ പൂജകൾക്കായി തുറന്നിരിക്കുകയാണ്. ഭക്തജനങ്ങളാകെ പാളി ഘടിപ്പിക്കുന്ന രംഗങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭക്തി നിർഭരമായി തന്നെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ വി അരുൺ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുണെ, ഇത് എത്ര മണിക്കാണ് ദ്വാരപാലക ശില്പത്തിൽ ഈ പാളി ഘടിപ്പിക്കുന്നത്? അരുൺ, കേൾക്കാമെന്ന് കരുതുന്നു. അരുൺ അവിടുത്തെ ഒരു വലിയ ബഹളത്തിനുമുള്ള നടുക്ക് നിൽക്കുകയാണ്. ശബരിമല നട തുലാമാസ പൂജകൾക്കായി അല്പസമയം മുമ്പാണ് തുറന്നത്. ഇനി ദ്വാരപാലക ശില്പത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ദ്വാരപാലക ശില്പമാണ്. ഈ ശില്പത്തിന് മുകളിലാണ് പാളി, സ്വർണം പൂശിയ പാളി ഘടിപ്പിക്കുന്നത്. വിവാദമായ വിഷയം തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അത് ഘടിപ്പിക്കുന്ന ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഞങ്ങളുടെ റിപ്പോർട്ടർ വി അരുൺ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ പാളി ഘടിപ്പിക്കുന്നത്? എന്തെല്ലാമാണ് ചടങ്ങുകൾ? അരുൺ, കേൾക്കാമോ? അരുൺ പറഞ്ഞോളൂ. ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ശ്രീകോവിലിൻ്റെ വാതിലിന് രണ്ട് വശത്തായുള്ള രണ്ട് ദ്വാരപാലക ശില്പങ്ങളുണ്ട്. ആ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ പാളി പതിപ്പിക്കുന്ന ചടങ്ങാണ്. ഈ സ്വർണ്ണപ്പാളിയെ ചൊല്ലിയായിരുന്നു ഈ വിവാദങ്ങൾ അത്രയും ഉയർന്നത്. ഇപ്പോൾ നിലവിൽ സ്വർണം പൂശിക്കൊണ്ടുവന്ന പാളികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഘടിപ്പിക്കും. ഞങ്ങളുടെ റിപ്പോർട്ടർ വി അരുൺ സന്നിധാനത്ത് തന്നെയുണ്ട്. അരുൺ, എന്തൊക്കെല്ലാമാണ് ഇനി ചടങ്ങുകൾ അവിടെ നടക്കാനുള്ളത്? കിരൺ, അല്പസമയം മുമ്പ്
മുമ്പാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നത്. അല്പസമയത്തിനകം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പതിപ്പിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. നമുക്കറിയാം ഏറ്റവും അധികം വിവാദമായി മാറിയ ഒരു സംഭവം ആ ദ്വാരപാലക ശില്പങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതെന്ന് വിശ്വസിക്കുന്നു. വലിയ തിരക്ക് ആ ചടങ്ങ് കാണാനും ഈ തുലാമാസ പൂജകൾക്കായി നട തുറക്കുന്നത് കാണാനുമായി ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഏറെയും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇന്ന് കൂടുതലായി എത്തിയിട്ടുള്ളത്. 4 മണിയോടുകൂടി തന്നെ ഇത് ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത്. തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളികൾ സ്വർണം പൂശാനായി കൊണ്ടുപോയത്. അതാണ് ഇന്ന് കോടതിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കുന്നത്. വ്യവസായി വിജയമല്യ ശ്രീകോവിൽ സ്വർണം പൂശിയ 98-ലാണ് ആ സ്വർണം പൂശുന്നത്. അതിനുശേഷം പിന്നീട് 2019 ഇത് ഇളക്കിക്കൊണ്ടുപോയതിലാണ് വലിയ വിവാദം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഹൈക്കോടതി അനുമതിയോടുകൂടിയാണ് ഈ പാളികൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ച് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് ഇന്ന് ഇത് പാളികൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 40 വർഷത്തെ വാറന്റി ആയിരുന്നു ഇതിന് നേരത്തെ ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിന്റെ ഭാഗമായി കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഈ കോടതി നിർദ്ദേശപ്രകാരം ഇത് സ്വർണം പൂശാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോയത്. ഏതായാലും ഇതിൽ 14 പാളികളാണ് ഇന്ന് തിരികെ സ്ഥാപിക്കുന്നത്. 12 പാളികളാണ് സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത്. അതിൽ 2 പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നില്ല. അതുൾപ്പെടെ 14 പാളികളാണ് ഇവിടെ സ്വർണം പൂശി തിരികെ സ്ഥാപിക്കാൻ പോകുന്നത്. വലിയ തിരക്ക്, വലിയ ആളുകളുടെ വലിയ തിരക്കുണ്ട് ഇവിടെ. ഈ സ്വർണ്ണ പൂശുന്ന ചടങ്ങുകൾ കൂടി കാണുന്നതിന്റെ ഭാഗമായി ആളുകൾ തിക്കിത്തിരക്കുകയാണ്. തുലാമാസ പൂജകൾക്ക് സാധാരണ ഉണ്ടാകുന്നതിനും അധികം തിരക്ക് ഇവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും സ്വർണം പൂശുന്ന ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്, നിർണായകമായ ഒരു ചടങ്ങ് കൂടിയാണ് അത്. ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ നമുക്ക് സ്വർണം പൂശാതെയുള്ള ശില്പങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് അതിലാണ് സ്വർണ്ണപ്പാളികൾ പതിക്കാൻ പോകുന്നത്. വലിയ രാഷ്ട്രീയ വിവാദമായി അടക്കം മാറിയ വിഷയമാണ്. നേരത്തെ ഇത് 2019 കൊണ്ടുപോയപ്പോൾ ഒരു തരത്തിലും നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നില്ല. നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു അന്ന് ഇവിടെ ഈ പാളികൾ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി കൊണ്ടുപോയത്. അതാണ് പിന്നീട് ഇത്രയധികം വലിയ മോഷണത്തിലേക്കടക്കം കാര്യങ്ങൾ മാറിയത്. ഹൈക്കോടതിയിൽ അനുമതിയില്ലാതെയാണ് ഇത്തവണയും 2025 സെപ്റ്റംബർ 7-നും ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇവിടെ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയത്. പക്ഷേ അത് ഹൈക്കോടതി ജഡ്ജി ഹൈക്കോടതി ശബരിമല ചുമതലയുള്ള ജില്ലാ ജഡ്ജി അത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടിയാണ് ഇത്ര വലിയ ഒരു സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലേക്ക് വെളിച്ചം വീശുന്ന സംഭവവികാസങ്ങളുടെ തുടക്കം. അതിന്റെ അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ തട്ടിപ്പിലേക്ക് വഴി തുറന്നത്. അതിനുശേഷമാണ് ഈ സ്വർണ്ണപ്പാളികൾ ഹൈക്കോടതി അനുമതിയോടുകൂടി തിരികെ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത്. ആ ചടങ്ങുകളാണ് ഇവിടെ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ആ ചടങ്ങുകൾക്കാണ് ഇവിടെ അല്പസമയത്തിനകം തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇത് പൂർണ്ണമായും കോടതി നിർദ്ദേശപ്രകാരമാണ്, കോടതിയുടെ നിരീക്ഷണത്തിലാണ്, ജില്ലാ ജഡ്ജിയുടെ അടക്കം സാന്നിധ്യത്തിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ള ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, അതിൽ നടപടിയെടുക്കേണ്ട ആളുകൾ കൂടി ഇവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അല്പസമയത്തിനകം സ്വർണം പൂശൽ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം ശുദ്ധി ക്രിയ അടക്കമുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ ശുദ്ധിക്രിയ അടക്കം നടക്കാനുമുണ്ട്. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പാളികൾ ഘടിപ്പിക്കുന്ന ചടങ്ങാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പാളികൾ ഘടിപ്പിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത ദ്വാരപാലക ശില്പങ്ങളാണ്. ഈ ദ്വാരപാലക ശില്പങ്ങളിലാണ് വശത്ത് കാണുന്ന മറ്റ് വാതിലിലെയും അതിൻ്റെ മറ്റ് ചുമരുകളിലെയും പടികളിലെയും ഒക്കെ പോലെ സമാനമായ രീതിയിലേക്ക് സ്വർണ്ണ പാളികൾ ഘടിപ്പിക്കുന്നത്. ചെമ്പ് കൊണ്ടുണ്ടാക്കിയ കവചത്തിൽ സ്വർണം പൂശിയ പാളിയാണ് അവിടെ ഘടിപ്പിക്കുന്നത്. നേരത്തെ ഈ ഇളക്കിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ആദ്യം ഇത് ചെമ്പ് പാളിയുടെ മുകളിൽ ക്ലാഡ് ചെയ്ത് സ്വർണ്ണ തകിടുകൾ, ചെറിയ കനം കുറഞ്ഞ തകിടുകൾ ഒട്ടിക്കുകയായിരുന്നു. അതാണ് ഇളക്കിക്കൊണ്ടുപോയി തകിടുകൾ മാറ്റി പിന്നീട് സ്വർണം പൂശിയ, വളരെ ചെറിയ അളവിൽ മാത്രം പൂശിയാൽ മതി സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചത്. അതാണ് വീണ്ടും 40 വർഷത്തെ
ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞ സാധനമാണ് വീണ്ടും അതിൻ്റെ നിറം മങ്ങുകയും അതേ തുടർന്ന് വീണ്ടും അതിൽ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്. അതാണിപ്പോൾ അവിടെ പതിപ്പിക്കാൻ പോകുന്നത്. അരുൺ, ഇത് എത്ര സമയത്തോളം എടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും അങ്ങനെ ഘടിപ്പിക്കുക?